സർ, കേരളത്തിലെ മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ ഫ്ലെക്സ് യുദ്ധം നടക്കുകയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചു. അതിൽ ഏതാണ്ട് 1000 കോടി രൂപയായെങ്കിൽ 100 കോടി രൂപയാണ് നമ്മുടെ നഗരസഭ കൊടുത്തത്. ബാക്കി 900 കോടിയിൽ പകുതി കേന്ദ്രവും സംസ്ഥാനവുമാണ് വഹിച്ചത്. 50-50. ഇപ്പോഴിതാ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി രംഗത്ത് വന്ന് ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. എമ്പാടും ഈ റോഡിലെമ്പാടും അദ്ദേഹത്തിൻ്റെ പടമുള്ള ഫ്ലെക്സ് മാത്രമാണ് കാണുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കേന്ദ്രത്തിനോ ഒന്നും, മുഖ്യമന്ത്രിയുടെ പടമുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഒന്നും ഈ എന്തിനു പറയുന്നു 100 കോടി രൂപ കൊടുത്ത നഗരസഭയ്ക്ക് പോലും പേരിന് പോലും ഒരു ക്രെഡിറ്റ് ഇല്ല. വലിയ എതിർപ്പാണ് ഈ രാജേഷ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കും സാർ? 4-ാം വാർഷികത്തിൽ വലിയ തമാശയാണ്. ഈ തമാശയുടെ മാനങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്നില്ല. നമുക്ക് നമ്മളിത് ആദ്യം തൊട്ടൊന്ന് പരിശോധിച്ച് വരാം, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യും നമ്മുടെ പ്രേക്ഷകരെ. അതായത് ഈ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു ആവിഷ്കൃത പദ്ധതിയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ 4-ാം വാർഷികം വന്നപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ദേശാഭിമാനി 1-ാം പേജിൽ ഏറ്റവും മുകളിലത്തെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. മിനിഞ്ഞാന്നത്തെ ദേശാഭിമാനി നോക്കിയാൽ അതിൽ ഈ ദേശീയപാത വരും. ദേശീയപാത കുരിയോട് ദേശീയപാതയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ എന്ത് ചെയ്തു? മുഹമ്മദ് റിയാസിൻ്റെ ഫ്ലക്സൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. മുഹമ്മദ് റിയാസിൻ്റെ ഫ്ലക്സും അതിൻ്റെ ക്രെഡിറ്റ്. കാരണം എന്താ പറഞ്ഞാൽ, വേറെ ഫ്ലക്സ് തല്ലിപ്പൊളിച്ച് ചിലപ്പോൾ തീ കത്തിക്കും ആൾക്കാർ, വിറകാക്കും, അടുപ്പിൽ വിറകാക്കി വെക്കും. അതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന പട്ടിക കഷ്ണങ്ങൾ വിറകാക്കും. അതുപോലെയാണ് വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്നേ. ഇതിൻ്റെ വേസ്റ്റും മണ്ണും ചെളിയും എല്ലാം കൂടെ വീടുകളിലേക്ക് ഒലിച്ച് കയറുക. കൂരിയോട് ഭാഗത്ത് ജനങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ നടുറോഡിലായിരുന്നല്ലേ. അവസാനം RDO വന്നാണ് ആ പ്രശ്നത്തിന് ഒരു സമാധാനം, ആശ്വാസമേ കൊടുത്തിട്ടുള്ളൂ. റോഡിപ്പോഴും അങ്ങനെ കിടക്കുക, കൂടുതൽ റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പതുക്കെ പ്ലേറ്റ് തിരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെയാണ് പദ്ധതിയെന്ന് സത്യം തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ആ സത്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് സംഭവിച്ചതാണോ വിധി. അതുവരെ ഞങ്ങളുടെയാണ്, ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങളുടെയാണ്. ഇപ്പോൾ കുഴപ്പം വന്നു കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു പ്രകൃതി ദുരന്തമാണോ അതെന്ന് എനിക്ക് സംശയം. അതുപോലെ സ്മാർട്ട് റോഡുകളുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കും. അതിൻ്റെ സമാനമായിട്ട് ഈ സ്മാർട്ട് റോഡിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ 4 പേരുണ്ട് ഇതിന് ക്രെഡിറ്റ് അവകാശപ്പെടാൻ. 3 മന്ത്രിമാരും ഒരു മേയറും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചത് V ശിവൻകുട്ടി മന്ത്രിയാണ്. തിരുവനന്തപുരത്തിൻ്റെ MLA കൂടിയായ മന്ത്രിയാണ് നിർവഹിച്ചത്. കൂടെ നിന്നത് ആരാണ്? മുഹമ്മദ് റിയാസ്. തലേ ദിവസം ഈ റോഡൊക്കെ കാണിച്ചത് എൻ്റെ വക റോഡാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഘോരമായിട്ട് വാർത്താ ചാനലുകളോട് പ്രത്യേകമായിട്ടും കൂട്ടമായിട്ടും സംസാരിച്ചത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകനാണ്. ഈ മരുമകൻ തന്നെയാണ് അമ്മായിയപ്പൻ്റെ വായിൽ കേക്ക് വെച്ചുകൊണ്ട് 4-ാം വാർഷികം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ഈ അമ്മായിയപ്പനും മരുമകനും തമ്മിലുള്ള ഒരു ആഘോഷമായി. അത് ഭാഗ്യത്തിന് വീണ ജോർജിനെ അവിടെ കണ്ടതുമില്ല. കാരണം ഇപ്പം വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെയൊക്കെ അവിടെ മുൻനിരയിൽ തന്നെ ഹെൽമെറ്റ് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവിടെ. ആ ഉന്നതരുടെ യോഗത്തിൽ വീണ ജോർജ് ആണോ? ക്ഷമിക്കണം, വീണ തെറ്റിയത്, വീണ പേരാണ്. ക്ഷമിക്കണം, വീണ ജോർജിൽ ഇതൊരു ഉത്തരവാദിത്വമില്ല, പറ്റിയ അബദ്ധം ക്ഷമിക്കണം. വായിൽ നിന്ന് വാക്ക് തെറ്റിപ്പോയതാണ്, നാക്കിൻ്റെ പിഴവാണ്, ക്ഷമിക്കണം, ദുരുദ്ദേശപൂർവ്വമല്ല. നമ്മളത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ പറയുമ്പോൾ ലൈവായിട്ട് പറയുമ്പോൾ അതിൽ തെറ്റ് പറ്റും. അത് ചൂണ്ടിക്കാണിച്ചതിന് താങ്കൾക്ക് നന്ദി. വീണ വിജയനെ കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വീണ ജോർജിനൊരു പങ്കുമില്ല, ആരോഗ്യവകുപ്പിൻ്റെയാണ്. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം, അതുപോലെ തന്നെ രോഗങ്ങൾ, കോളറ വർദ്ധിക്കുന്നു, നിപ്പ വൈറസ് പടരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതങ്ങ് നമ്മൾ വീണ ജോർജിനെ ഇതിൽ നിന്ന് വെറുതെ വിടുന്നു. അപ്പോൾ ഇവിടെ ഈ 3 മന്ത്രിമാരെന്ന് പറയുന്നത് V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത ആൾ, മറ്റൊന്ന് എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം ക്രെഡിറ്റ് അവകാശപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രസ്താവ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ആൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത് MP രാജേഷാണ്. തദ്ദേശ വകുപ്പിൻ്റെ ആണ് ഈ റോഡെന്ന് പറയുന്നത്. തദ്ദേശ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ നമുക്കറിയാമല്ലോ, കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും എല്ലാം ഭരിക്കുന്ന ആ മന്ത്രിയാണ്. ആ
ഒരു കോർപ്പറേഷൻ നന്നാക്കാൻ വേണ്ടിയുള്ള റോഡെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കോർപ്പറേഷൻ ഭരിക്കുന്ന മന്ത്രി മേയറുടെ കാര്യമല്ല, മേയർക്കും റോളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഇദ്ദേഹത്തെ അങ്ങ് തഴഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ചൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്, രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞതാണത്. അതായത് ഈ കാര്യത്തിലെല്ലാം ക്രെഡിറ്റ് ഒരു മന്ത്രിക്ക് മാത്രം പോകുന്നത് ശരിയല്ല എന്ന് ഒരു കുറിപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനെ തുടർന്നാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ ഇരുന്നതെന്നാണ് കിട്ടുന്ന വിവരം. മാധ്യമപ്രവർത്തകർ ചോർത്തിയെടുക്കുന്ന വിവരം അങ്ങനെയാണ്. അങ്ങനെ പങ്കെടുക്കാതിരുന്നതിന് അദ്ദേഹം പറഞ്ഞ കാരണം വൈറൽ ഫീവർ എന്നാണ്. പക്ഷേ പിറ്റേ ദിവസം മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷത്തിൽ അദ്ദേഹം പോവുകയും കേക്ക് കഴിക്കുകയും ചെയ്തു. അത് നമ്മൾ കണ്ടതാണ്. വൈറൽ ഫീവർ പിടിച്ച ഒരാൾ കേക്ക് കഴിക്കാൻ സാധ്യതയില്ല, ഈ ചടങ്ങിൽ പങ്കെടുക്കാനും സാധ്യതയില്ലെന്നുള്ളതാണല്ലോ സാമാന്യ യുക്തി. ഇതിന് ഡീപ്പ് ത്രോട്ടൊന്നും വേണ്ട, ഒരു സാമാന്യ യുക്തി വെച്ച് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ശുണ്ഠി പ്രകടിപ്പിച്ചതോ അല്ലെങ്കിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചതോ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇതെടുത്തിട്ടതിനെ തുടർന്ന് ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്നും മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, താങ്കൾ ഈ ചോദിച്ച ചോദ്യമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ സ്മാർട്ട് സിറ്റിയിലെ ഈ കുരിയാട് ദേശീയപാതയ്ക്ക് ഉണ്ടായതുപോലെ ഉള്ള എന്തെങ്കിലും കുഴപ്പം പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ മന്ത്രിമാരെല്ലാം കൂടെ കൂടി, തർക്കത്തിലുള്ള മന്ത്രിമാരെല്ലാം കൂടെ കൂടി, 3 മന്ത്രിമാരും മേയറും കൂടി ഇതിൻ്റെ വഴി മുഴുവൻ കേന്ദ്രത്തിന് വെക്കും. അപ്പോഴായിരിക്കും ജനങ്ങൾക്ക് ബോധ്യമാവുക ഈ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതി ആയിരുന്നുവെന്ന്. അതുവരെ കേന്ദ്രത്തിൻ്റെ ഒരു ക്രെഡിറ്റും കൊടുക്കാൻ അവർ തയ്യാറാവുകയില്ല. നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രി വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ അവിടെ പ്രസംഗം നടത്തിയപ്പോൾ ഇത് ഞങ്ങളാണ് നടത്തുന്നത്, ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക്, കേന്ദ്രം ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് കേന്ദ്രം ഒരു കുന്തവും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ പത്രം പിന്തുടരുന്നവർക്കറിയാം, സാഗരമാല പദ്ധതിയിൽപ്പെട്ടതാണ് പരമാവധി തുറമുഖങ്ങൾ നമുക്കുണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതി പ്രകാരമാണ്. അതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് തൂത്തിക്കൂറൻ എന്ന് പറയുന്ന തൂത്തുക്കുടിയിൽ, അതുപോലെ ചെന്നൈയിൽ ഒക്കെ തുറമുഖങ്ങളുണ്ട്. അതിൻ്റെ പുറമെ കേരളത്തിലൊരു തുറമുഖം കൂടി കൊണ്ടുവന്നിട്ട് ചെന്നൈ തുറമുഖത്തിൻ്റെയും തൂത്തുക്കുടി തുറമുഖത്തിൻ്റെയും ലാഭം കുറയ്ക്കണ്ട, അതുപോലെ കൊച്ചി തുറമുഖത്തിൻ്റെയും ലാഭം കുറയ്ക്കേണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത്. അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നിടത്ത് വിശാല ദേശീയതയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചിന്തിച്ചതിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖം. അതാണ് നമ്മൾ പോളിസി മാറ്റർ, ഇറ്റ്സ് എ പോളിസി മാറ്റർ. ഇങ്ങനെ ഒരു തുറമുഖം വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിസി മാറ്റർ. അതിനുശേഷമേ അതുപോലെ തന്നെയല്ലേ ഈ സ്മാർട്ട് സിറ്റികളും ഒരു പോളിസി മാറ്റർ. അതാ ഞാൻ പറയാൻ പറ്റുന്നത്. കേന്ദ്രത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഇന്ത്യയിലെ നഗരങ്ങൾ പാശ്ചാത്യ നഗരങ്ങൾക്ക് തുല്യമാക്കണമെന്നോ ആലോചിച്ചു, മനോഹരമാക്കണമെന്ന് ആഗ്രഹിച്ച് കോമ്പറ്റീഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് ഏറ്റവും വൃത്തികെട്ട് കിടന്ന ഇൻഡോർ എന്ന് പറയുന്ന നഗരം ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തിയുള്ള സീറോ വേസ്റ്റ് ഉള്ള നഗരമായിട്ട് മാറി. ഒരു നായ പോലും അവിടെ ഇല്ല, പെയ്യ ആർക്കും ബാധിക്കുന്നുമില്ല. പൂന്തോട്ടമാക്കി മാറ്റി മാലിന്യത്തോട്ടോടെ. നമ്മുടെ രാജേട്ടൻ എങ്ങനെ തിരുവനന്തപുരത്തെ ആ മാലിന്യ കുഴിയായിരുന്ന സ്ഥലം, റെയിൽവേയുടെ ഭാഗം മനോഹരമാക്കി പൂവാടിയും വെച്ച് പിടിപ്പിച്ചോ അതുപോലെ തന്നെ ആക്കി എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്തെ ആക്കാൻ വേണ്ടിയിട്ട്, ലോകോത്തരമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. അല്ല കേരളത്തിലെ ആരും സ്ഥാപിച്ചതല്ലത്. പകുതി പണം കേന്ദ്രമാണ് നൽകുന്നത്. തദ്ദേശ ഭരണ വകുപ്പ് 100 കോടി അതിന് അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കാം, ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഒരു കുഴി ഉണ്ടായി, കുഴി വെള്ളം വീണിട്ട് ആൾ ചത്തു കഴിഞ്ഞപ്പോൾ വഴിയെല്ലാം കേട്ടത് പാവം മേയറാണ്. പല കാര്യങ്ങളിലും അവരെ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും മേയർക്കാണ് അതിൻ്റെ വഴി മുഴുവൻ. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ അവരില്ല, പിന്നെ അധ്യക്ഷത വഹിക്കാൻ അവരില്ല, ഒന്നുമില്ല, കൂടെ നിൽക്കാൻ മാത്രമേ ഉള്ളവർ. വഴിയെല്ലാം കേട്ടതവർ. പക്ഷേ ഇതിലെങ്ങും ഇപ്പോൾ തൽക്കാലം കേന്ദ്രം ഇതിനകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ചതായിട്ട് ഒരു മന്ത്രിയും പറയുന്നില്ല. മന്ത്രിമാർ തമ്മിലടിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇടപെടുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും സമർത്ഥമായിട്ട് കേന്ദ്രത്തെ അങ്ങ് ഒഴിവാക്കി. പക്ഷേ കൂരിയോട് പോലെ ഇവിടെ ഇടിഞ്ഞു വീഴുകയോ എന്തെങ്കിലും തകരാറുണ്ടാവുകയോ ചെയ്യുമ്പോൾ ഞങ്ങളോട് ചോദിക്കേണ്ട, കേന്ദ്രത്തിനോട് പോയി ചോദിക്കുക, അവിടെ പോയി സമരം ചെയ്യുക എന്ന് പറയും. ഇതാണ് നമ്മുടെ 4ാം വാർഷികത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഫലശ്രുതിയായിട്ട് കേരള ഗവൺമെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അതിൻ്റെ ഫലശ്രുതി ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.